ഹായ് എവരി വൺ. ജനുവരി 21 ഷിഫ്റ്റ് 1 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മളുടെ പി ബ്ലോക്കിലെ വളരെ എലിമെന്ററി ആയിട്ടുള്ള NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, ലെറ്റ്സ് തിങ്ക് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നോക്കൂ, ദ നമ്പർ ഓഫ് പെയർസ് എമംഗ് ദ ഫോളോയിങ്, അതായത് സിലിക്ക, കാർബൺ ഡൈ ഓക്സൈഡ്, SNO, SNO2, lead oxide, PbO2, germanium oxide, which contain oxides that are both amphoteric is 2. എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന പേഴ്സിൽ ആംഫോടെറിക് ഉള്ള ആൾക്കാര് 2 പേരാണ്. അപ്പൊ നമുക്ക് ഓരോ ആൾക്കാരെയും എഴുതാം. സോ സിലിക്ക ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സിലിക്ക SiO2 തീർച്ചയായിട്ടും നമുക്കറിയാം അയാൾ അസിഡിക് ആയിട്ടുള്ള വ്യക്തിയാണ്. സിമിലാർലി കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്, അസിഡിക് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആൻസർ അല്ല. ഒന്നാമത്തെ ആള് നമ്മൾ ആൻസർ അല്ല. ഇനി SNO2. അപ്പൊ അതിനു മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും സിലിക്കയും പറഞ്ഞു. നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ്, സിലിക്ക ആൻഡ് ജെർമേനിയം ഓക്സൈഡ് അവരൊക്കെ എന്താണ്, അസിഡിക് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ജെർമേനിയം ഓക്സൈഡ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി അസിഡിക് അല്ലെ? അപ്പൊ ജെർമേനിയം ഓക്സൈഡും ഇവന്മാരും അസിഡിക് ആണ്. സോ ജെർമേനിയം ഓക്സൈഡ് ആൻഡ് ജെർമേനിയം ഓക്സൈഡ് O2 ബോത്ത് ഓഫ് ദം ആർ അസിഡിക്. അപ്പൊ ഇനി നമുക്കുള്ളത് 2 ആൻസർ 2 പേരെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. നമ്മുടെ NCERT എന്താ പറയുന്നതെന്ന് നോക്കൂ. SNO ആൻഡ് PbO ആർ ആംഫോട്രിക്. SNO2 ആൻഡ് PbO2 ആർ ആംഫോട്രിക്. അപ്പൊ ആ 2 പേഴ്സും റിമൈനിങ് ആയിട്ടുള്ള 2 പേഴ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും എന്താണ്, ഉറപ്പായും നമുക്കറിയാം അവർ ആംഫോട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ അവർ 2 പേര് ആംഫോട്രിക് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് BF3 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂളാണ്. അപ്പൊ BF3 തീർച്ചയായും നമുക്കറിയാം ബോറോണിന് ചുറ്റും 3 ഫ്ലൂറിനാണുള്ളത്. അല്ലെ? അപ്പൊ അതെന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇനി ക്യാൻ ആക്ട് ആസ് ലൂയിസ് ആസിഡ്. ആരാണോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അവരാണ് ലൂയിസ് ആസിഡ്. ഫോംസ് എൻ അഡക്ട് വിത്ത് അമോണിയ. അമോണിയയുമായി ഒരു അഡക്ട് ഉണ്ടാവുന്നുണ്ട്. ഇയാളുടെ ഷേപ്പ് ട്രൈഗണൽ പ്ലനാർ ജോമെട്രി. യെസ്, ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഇയാളുടെ ഷേപ്പ് ട്രൈഗണൽ പ്ലനാർ ആണ്. ഇയാള് അമോണിയമായിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി. അപ്പൊ ഉറപ്പായും നമുക്ക് ഓപ്ഷൻ 3 ക്യാൻ ബി സെലക്ടഡ് ആസ് ദി ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓപ്ഷൻ എന്താണ്, 3 ആണ്. താങ്ക് യു.